ഞാൻ കൊറോണ കാലത്ത് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത ആളാണ്. എന്തിനാണ്? ഹോമിയോ മെഡിസിൻ ഇന്ത്യയിൽ ഒട്ടുക്ക് നടപ്പിലാക്കണം. പക്ഷെ ആ കേസ് ഒരിക്കലും കേട്ടിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. ഇൻഫെക്ഷസ് എന്ന് പറഞ്ഞ് 2-3 വർഷത്തിന് ശേഷം കൊറോണയ്ക്ക് ശേഷം തള്ളി. നന്നായി ആ കേസ് തെളിയത്. സംഭവം ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ആദ്യം തെളിയിക്കണം. ഹോമിയോപ്പതിയെ പറ്റി ജസ്റ്റ് വിക്കിപീഡിയ സെർച്ച് ചെയ്താൽ തന്നെ നമ്മൾ കാണുന്നത് ഇതൊരു കോർക്കറിയാണെന്നാണ്, ഇതൊരു സ്യൂഡോ സയൻസ് ആണെന്നാണ്. വിക്കിപീഡിയ പറയുന്നത് നിങ്ങൾ എടുക്കണമെന്നില്ല, പകരം ഹോമിയോപ്പതിയുടെ ടെസ്റ്റ് ബുക്ക് മറിച്ച് നോക്കാമല്ലോ. ഇതിൽ പറയുന്ന ഒന്നാമത്തെ മണ്ടത്തരം എന്ന് പറയുന്നത് സാമ്യത്തെ സുഖപ്പെടുത്തും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കൊരു പനി വരാൻ കാരണമായ ഒരു വസ്തു നിങ്ങൾക്ക് പനി വരുമ്പോൾ തന്നാൽ നിങ്ങളുടെ പനി മാറുമെന്ന്. കേൾക്കുമ്പോൾ തന്നെ പൊട്ടത്തരമല്ലേ. രണ്ടാമത്തെ പൊട്ടത്തരം എന്ന് പറയുന്നത് നേർപ്പിക്കും തോറും വീര്യം കൂടും എന്നുള്ളതാണ്. അതെ, ഡൈല്യൂട്ട് ചെയ്യും തോറും വീര്യം കൂടുന്നു. ഇതിനൊരു ന്യായമായിട്ട് പറയുന്നത് വാട്ടർ മെമ്മറി എന്ന് പറഞ്ഞ മറ്റൊരു തിയറിയാണ്. അതാണ് ഇതിനെക്കാട്ടും വലിയ പൊട്ടത്തരം. വെള്ളത്തിന് ഓർമ്മയുണ്ടെന്ന്. വെള്ളത്തിന് ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ കുടിക്കുന്ന നിങ്ങളുടെ കിണറ്റിലെ വെള്ളം എവിടെയെല്ലാം കൂടെയാണ് ഈ കിണറ്റിലേക്ക് എത്തുന്നത്? ഡ്രെയിനേജിലൂടെ ഒഴുകി വരും, പല സ്ഥലത്തൂടെ അല്ലേ ഒഴുകി വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ വെള്ളം ഓർത്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതൊക്കെയാണ് കാര്യങ്ങൾ. സുപ്രീം കോടതി കേസ് തള്ളിയത് എന്തുകൊണ്ടും നന്നായി.